നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതായത് നമുക്കറിയാം പല സാഹചര്യങ്ങളിലും നമുക്ക് നോ പറയേണ്ടി വരാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് നോ പറയാൻ പറ്റാതെ വരിക. എന്നിട്ട് നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ഒരു യെസ്സും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവേണ്ടി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതുപോലെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും കൂടിയാണ്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നോ പറയേണ്ടത്? ആദ്യം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ നോ പറയുന്നത് സെൽഫിഷ്നെസ് അല്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മളൊരു എസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നോ പറഞ്ഞേ പറ്റുള്ളൂ. ഇത് നമ്മൾ വളരെ ദേഷ്യത്തോടു കൂടി ഒന്നും പറയാനല്ല പോകുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, വളരെ കാമായിട്ട്, വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നോ പറയുമ്പോൾ അതിന് ഒരുമിച്ച് പറയുന്ന സെന്റൻസ് വളരെ സിമ്പിൾ ആയിരിക്കണം. അതേപോലെ വളരെ കാമായിട്ടുള്ള വോയിസിൽ വേണം നമ്മൾ ഒരാളെടുത്ത് നോ പറയാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇല്ല, എനിക്കിന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, നോ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വളച്ചേട്ടി സംസാരിക്കണം. അതിന് പകരം എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, ഇതുപോലെയുള്ള സെന്റൻസിലൂടെ പറയാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് നോ പറയുമ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ്സും പ്രഷറൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം നമുക്ക് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? എനിക്ക് ഇന്ന് ചെറിയൊരു വർക്ക് ഉണ്ട്, ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നോക്കിയിട്ട് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. അപ്പൊ അത് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത്, എടാ ഇന്ന പോലെ എനിക്കൊരു സ്ഥലത്ത് പോകാണ്ട് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു നോ പറയാൻ പറ്റും. ഇനി നമ്മൾ നോ പറയുമ്പോഴത്തേക്ക് വളരെ കാമായിട്ട്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ കണ്ണിൽ നോക്കിയിട്ട് കാമായിട്ട് തന്നെ നോ പറയാൻ ശ്രമിക്കുക. നോ പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്മൈൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷമാപണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാമായിട്ട് സംസാരിക്കാം. നിങ്ങൾ എത്ര കോൺഫിഡൻസോട് കൂടിയിട്ട് നോ പറയുന്നോ അത്രയും റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ നോക്ക് കിട്ടും എന്ന് പറയാം. ഇനിയിപ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും അല്ലേ, ആ ഒരു സാഹചര്യത്തിൽ നീ എന്തായാലും വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ എന്തായാലും ഇത് കഴിച്ചേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഇത്രയും സിമ്പിൾ ആയിട്ട് പറയാം. ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. ഇനി നമ്മൾ നോ പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും റിസ്ക് കുറഞ്ഞ സാഹചര്യത്തിൽ നോ പറഞ്ഞു തുടങ്ങാം. അതായത് നമ്മളടുത്ത് പെട്ടെന്ന് ഷൗട്ട് ചെയ്യാത്ത ആളുകളുടെ അടുത്ത്, പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാത്ത ആളുകളുടെ അടുത്തൊക്കെ നോ പറഞ്ഞ് ശീലിക്കാം. ഇനി വേണ്ടത്, നമ്മളൊരു സ്ഥലത്ത് വരുന്നില്ല, പോകുന്നില്ല, ആ സാഹചര്യത്തിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള നോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഫുഡ് എനിക്ക് വേണ്ട, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടി വരുമ്പോഴത്തേക്കാണ് മറ്റു പല സാഹചര്യങ്ങളിലും ഡിഫറെന്റ് ആളുകളിലേക്കൊക്കെ നോ പറഞ്ഞ് ശീലിക്കേണ്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പറയാം.